ഹലോ, ചിഞ്ചുസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ രേവതിയും വീട്ടുകാരും മാഷിൻ്റെ ഭാര്യയെ കാണാൻ പോവാണ് കേട്ടോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഞങ്ങളോട് ഈ നന്മ ചെയ്തതിൽ വളരെ നന്ദി എന്ന് ആ സ്ത്രീയോട് രേവതി പറയാം. എന്നിട്ട് ആ സ്ത്രീ പറയാം, എനിക്ക് നന്ദിയൊന്നും വേണ്ട, ഞാൻ മാഷിനെ പോലെയൊന്നും അല്ല, എനിക്കൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി, ഇനി അവനെ കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയുന്നുണ്ട്. അതായത് സച്ചിയെ കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോവാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ദേവ് ചൂടാവുന്നുണ്ട്. എന്താണ് അവർ പറഞ്ഞത്, സച്ചിയേട്ടനെ വീട്ടിലേക്ക് വിളിക്കാതിരിക്കുന്നത് എങ്ങനെയാ എന്ന് ദേവ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേവതി പറയാം, ഇല്ല, ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് ഒരു വരവുണ്ടാവില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേവതി ചോദിക്കുക, എവിടെയാണ് പൂ കൊടുക്കാനുള്ളത്, എവിടെ നിന്നാണ് പണം വാങ്ങാനുള്ളത്, അതൊക്കെ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയാം, ആ ലോഡ്ജിൽ നിന്ന് കുറച്ച് പണം കിട്ടാനുണ്ട്, നീ പൂവും കൊടുത്ത് പണം വാങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ രേവതി നേരെ പോകുന്നത് ലോഡ്ജിലേക്കാണ്. അപ്പോൾ ലോഡ്ജിലുള്ള അയാൾ വളരെ സ്നേഹത്തോടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞു, എന്താ വിളിക്കാഞ്ഞത് എന്നൊക്കെ. അപ്പം രേവതി പറഞ്ഞു, അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു ചേട്ടാ എന്ന്. എന്നിട്ട് അഡ്വാൻസ് പണം വാങ്ങുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു കോൾ വന്നപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, രേവതി പഴയ പൂവൊക്കെ ഒന്ന് മാറ്റിയേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി പഴയ പൂവെല്ലാം ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അതാ വരുന്നു നമ്മുടെ ചന്ദ്രമതി. ചന്ദ്രമതി ശ്രുതിക്കുള്ള ഫുഡുമായിട്ട് വരികയാണ് ലോഡ്ജിലേക്ക്. അങ്ങനെ ചന്ദ്രമതിയെ കണ്ടതും രേവതി ചോദിക്കുന്നുണ്ട്, അത് അമ്മയല്ലേ എന്ന്. അങ്ങനെ ചന്ദ്രമതിയുടെ പുറകെ രേവതിയും പോകുന്നുണ്ട്. അപ്പോൾ രേവതി കാണുന്നത് ശ്രുതിക്ക് ഫുഡുമായി കൊണ്ടു കൊടുക്കുന്ന ചന്ദ്രമതിയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, മോനെ കഴിക്കാം മോനെ എന്ന്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ആ പണം പോയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിനക്ക് അകത്തേക്ക് വീട്ടിലേക്ക് വരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കണക്കിന് നീ പോയത് നന്നായി, കാരണം ആ പൂക്കച്ചവടക്കാരിയെ നീ കല്യാണം കഴിക്കേണ്ടി വരില്ലേ, ഇപ്പം തന്നെ നീ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെക്കൊണ്ട് അവൾ എന്തായാലും പൂ തന്നെ കെട്ടിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞ് രേവതി വളരെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ്. രവീന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ്റെ ഫ്രണ്ട് അശോകൻ വരികയാണ്. അശോകൻ പറയുന്നുണ്ട്, അശോകനോട് ചോദിക്കുക രവീന്ദ്രൻ, എന്താ അശോക നിന്നെ ഇവിടേക്കൊന്നും കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ അപ്പോഴേക്കും രേവതി വന്നു. അപ്പോൾ രേവതി പറഞ്ഞു, നിങ്ങൾ ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചായ എടുക്കാം എന്ന് പറഞ്ഞ് രേവതി പോവാണ്. അത് കഴിഞ്ഞിട്ട് അശോകൻ പറയുന്നുണ്ട്, രവീന്ദ്ര, എൻ്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, അവൾ ആശുപത്രിയിലാണ്, അവളെ രക്ഷിക്കണമെങ്കിൽ കുറച്ച് പണം വേണം, നിൻ്റെ അടുത്ത് കുറച്ച് പണം തരാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രവീന്ദ്രൻ വളരെ വിഷമത്ത് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നുമില്ല, പെൻഷനാണേ വന്നിട്ടില്ല, ഉള്ള പണം കൊണ്ട് ശ്രുതി എന്നെ പറ്റിച്ചല്ലോ, പണമൊന്നും എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും വീടിൻ്റെ അഡ്വാൻസ്, ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്ത വീടിൻ്റെ അഡ്വാൻസ് കുറച്ച് തരാനുണ്ട്, ഞാൻ അത് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോവാണ്. അങ്ങനെ രവീന്ദ്രൻ അയാളോട് പോയി ചോദിക്കുന്നുണ്ട്, വീടിൻ്റെ വാടക ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്താ സാർ ഇത് പറയുന്നത്, സാറിൻ്റെ ഭാര്യ ചന്ദ്രവതി വീടിൻ്റെ അഡ്വാൻസ് എന്നോ വാങ്ങിപ്പോയല്ലോ, വാടക എന്നോ വാങ്ങിപ്പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ആര് ചന്ദ്രമതിയോ, അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ നേരെ രവീന്ദ്രൻ എത്തുന്നത് രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അശോകനോട് പറയാണ്, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അഡ്വാൻസ് ചന്ദ്രമതി വാങ്ങി, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശോകൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതി വരികയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ വാടക കിട്ടിയില്ലേ, വീട്ടിൽ നിന്ന് വാടക അയാൾ തന്നില്ലേ എന്ന്. അപ്പം രവീന്ദ്രൻ പറയും, ഇല്ല, എനിക്ക് അശോകനെ സഹായിക്കാനും പറ്റിയില്ല, എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന ഒരു ഫ്രണ്ടാണ് അശോകൻ, എന്നിട്ട് അവനെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, വാടക കിട്ടിയില്ല, ചന്ദ്രമതി വാങ്ങി എന്നാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നുണ്ട് ബാമയ്ക്ക് വേണ്ടി വാങ്ങിയതാവും അവളെന്ന് രവീന്ദ്രൻ പറയാണ്. അപ്പം നമ്മുടെ രേവതി പറയാം, അല്ല അച്ഛ, അമ്മ അത് വാങ്ങിയത് അച്ഛൻ്റെ മൂത്ത മകന് വേണ്ടിയാണ്, ശ്രുതിക്ക് വേണ്ടിയാണ്. അമ്മ ബാമയ്ക്കെന്നും പറഞ്ഞ് എന്നും ഫുഡ് കൊണ്ടുപോകുന്നത് ശ്രുതിക്ക് കൊടുക്കാനാണ്. ലോഡ്ജിൽ ഞാൻ കണ്ടു. അങ്ങനെ ലോഡ്ജിൽ നിന്ന് കണ്ടതും കേട്ടതുമായ എല്ലാ വിവരങ്ങളും രവീന്ദ്രനോട് പറയാണ് രേവതി. അത് കേട്ടപാടെ രവീന്ദ്രന് ദേഷ്യം വന്ന് രവീന്ദ്രൻ നേരെ ലോഡ്ജിലേക്ക് പോവാണ്.
അങ്ങനെ ഫുഡ് കഴിക്കുന്ന സുധിയെയും കഴിപ്പിക്കുന്ന ചന്ദ്രമതിയെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി അച്ഛ എന്ന് സുധി വിളിച്ചു. അപ്പം തന്നെ ഒരു അടി മുഖത്ത് വെച്ച് കൊടുക്കുകയാണ് രവീന്ദ്രൻ. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറയാണ്. എന്നിട്ട് അയ്യോ എന്ന് ചന്ദ്രമതി നിലവിളിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ സ്ഥാനം എവിടെയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, നീ അവിടെ നിന്നാൽ മതി, അതിനൊരപ്പുറം വന്നാൽ എന്ന് പറഞ്ഞ് കൈ വീശിയാണ് ചന്ദ്രമതിൻ്റെ നേരേക്കും. എന്നിട്ട് അവരെ മൂന്നാളെയും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.